നോക്കൂ നിങ്ങൾ, ഇതൊരു ഉണ്ടായ സംഭവമാണ്. ഇതുപോലത്തെ എത്രയെത്ര സംഭവങ്ങളാണ് ഏഷണി കൊണ്ടുണ്ടായി തീർന്നത്. ഒരുപാട് ത്വലാഖുകൾക്ക് കാരണം നമീമത്താണ്. അമ്മായിമത്തള്ളന്റെ നമീമത്ത്. ഇപ്പൊ അങ്ങനെ അല്ല കേട്ടോ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന മരുമക്കളപ്പൊ വീട്ടിൽ വന്ന് കേറുന്നത്. അങ്ങനെ ആ പിടിയിൽ പഴയ ആ വലയിലൊന്നും ഇപ്പൊ പെടൂല. അതിനൊക്കെ ഉള്ള കഴിവുപ്പുണ്ട്. നല്ല തന്നെയാണ് പഴയ സ്വഭാവം. നമ്മുടെ ഉമ്മമാര് നിരന്തരം ബോധവൽക്കരണം നടത്തിയപ്പോ ഈ മതപഠന ക്ലാസ്സിനൊക്കെ ഇപ്പൊ കിട്ടുന്ന ചാൻസിലൊക്കെ പോയി കേൾക്കുകയാണല്ലോ. അതിന്റെ ഒരു മാറ്റവും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അല്ലേ? എന്നാലും ഇത്ര ത്വലാഖ് നടന്നു. അവ അങ്ങനെ വരാൻ നിൽക്കായിരിക്കും കടടച്ചിട്ടേ ഏഷണി കൂട്ടാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നു പുള്ള എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങും. എന്നാ ഇവനിത് മനസ്സിലാക്കണം. ഉമ്മയാണ് പറഞ്ഞു കറിയ നമീമത്ത് ഉമ്മാന്റെ വായിന്ന് വന്നാലും നമീമത്താണ്. ഏഷണി മനസ്സിലാക്കാൻ അവന് കഴിയൂല. അല്ലെങ്കിൽ ഇവള് ഉമ്മാനെ കുറിച്ച് നമീമത്ത്. ഈ നമീമത്ത് വളർന്നുകൊണ്ട് എത്രയെത്ര ത്വലാഖുകളാണ് നടന്നത്. ഇനി ത്വലാഖില്ലെങ്കിൽ തന്നെ ഭാര്യയെ അടിക്കവിടെ. അടിപിടി, കുടുംബകലഹം, കോടതി കേസ്, പ്രശ്നം, സ്ത്രീ പീഡനം, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം നമീമത്താണ്. ഇത് കരുതിയിരിക്കാനാണ് ഇമാം ഗസാലി റഹിമഹുല്ല ഈ ചരിത്രം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. വലിയ വിപത്താണ്. എന്തിനങ്ങനെയൊക്കെ കെണി കൂട്ടുന്നത്? എന്തിനങ്ങനെ ഏഷണിക്കാരൻ എന്താ അതുകൊണ്ട് കിട്ടുന്ന ലാഭം? ഈ പറഞ്ഞ ചരിത്രത്തിൽ അടിമക്ക് രക്ഷപ്പെടാൻ പറ്റി. പക്ഷെ പിറകെ അയാൾ പിടിക്കപ്പെട്ടു. മാത്രമല്ല അള്ളാന്റെ കോടതിയിൽ ഏതായാലും അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും. ഏഷണിയുടെ പ്രചോദനം എന്താണ്? എന്തിനാണ് ഏഷണി ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് കിട്ടുന്ന ഭൗതിക ലാഭം എന്താണ്? എന്താ ലാഭം? എന്തിനാ നമ്മൾ സാധാരണ ഏഷണി കൂട്ടൽ? എന്തിനാണ്? ഇമ്മാ ഇറാദത്തു സൂഇലിൽ മഹ്കി അൻഹു. ആരെക്കുറിച്ചാണോ ഏഷണി പറയുന്നത് എങ്കിൽ ആ ആൾക്ക് നാശം വരട്ടെ എന്ന ഉദ്ദേശം. ഒരാളെ കുറിച്ചാണ് ഏഷണി പറയുന്നെങ്കിൽ അയാൾക്കുള്ള ജനസമ്മതിയും അയാളോടുള്ള താല്പര്യവും ഇടിഞ്ഞു പോട്ടെ, അയാൾക്ക് സൂവ് വരട്ടെ, മോശം വരട്ടെ എന്നുള്ള ചിന്ത. അല്ലെങ്കിലോ ആരോടാണോ ഏഷണി പറയുന്നത് എങ്കിൽ അവനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. എനിക്ക് നിന്നോടുള്ള താല്പര്യം കൊണ്ടാണ് കേട്ടോ, നിന്റെ ശത്രുക്കളെ കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തന്നിട്ടുള്ളത്, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ എന്നൊക്കെ തുറന്നു പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ആരോടാണോ ഈ ഏഷണി പറയുന്നത് ആ ആളുടെ സ്നേഹം സമ്പാദിക്കാൻ, അല്ലെങ്കിൽ ആ ആളുടെ മുമ്പാകെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ വെറുതെ നേരം പോക്കിന് നാലാള് കൂടുമ്പോ കെണി ഉണ്ടാക്കന്നെ, പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, നേരം പോക്കിന് വേണ്ടി സംസാരിക്കുന്നതിനിടയിൽ നമീമത്ത് പറയാ. ഇത് ഏതൊക്കെയായാലും ഈ സ്വഭാവം മാറ്റാതെ നമ്മുടെ തറവാട് ലോകത്തേക്ക്, സ്വർഗലോകത്തേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുകയേ ഇല്ല. ഈ സ്വഭാവം മാറ്റുക തന്നെ വേണം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഒരുപാട് ഹദീസ്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, സ്വഹീഹായ ഹദീസുകൾ കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ മുമ്പാകെ വിവരിച്ചതാണ്. ഇനി പറയുന്നില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ബന്ധം മുറിക്കുന്ന ആൾ സ്വർഗ്ഗത്ത് പോവില്ല. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് ഈ ഖാതിഉ? ഖാതിഉൻ ബൈനന്നാസ് വഹുവൻ നമ്മാം. ഏറ്റവും അധികം ബന്ധം മുറിക്കുന്ന ആള്, കുഴപ്പമുണ്ടാക്കുന്ന ആള്, വഹുവൻ നമ്മാമു, ഏഷണിക്കാരനാണ്. ഒരൊറ്റ ഏഷണിക്കാരനും സ്വർഗ്ഗത്ത് പോവില്ല. സ്വർഗത്ത് പോവില്ല എന്ന് മാത്രല്ല, ദുന്യാവിൽ വെച്ചു തന്നെ ഏഷണിക്കാരെ അള്ളാഹു നാണം കെടുത്തുമെന്നാണ് ദീന് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കുറെ ബുദ്ധിമുട്ടിച്ചാല് അതിനനുസരിച്ച് ബുദ്ധിമുട്ടിക്കാതെ അള്ളാഹ് ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. ഒക്കെ മരിച്ചെന്ന് ഖബറിലേക്കും മശ്റയിലേക്കും നരകത്തിലേക്കും അള്ളാഹ് നീട്ടിയേക്കൂല. ചില കുറ്റങ്ങൾക്ക് ഇവിടെ വെച്ച് അടിക്കുന്നു പറഞ്ഞില്ലേ, ഈ ബന്ധം മുറിക്കാൻ വേണ്ടി പണിയെടുത്ത ആളെ നരകിപ്പിച്ചിട്ട് തന്നെ അള്ളാഹ് മരിപ്പിക്കുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അല്ലേ. പിന്നെ കുറെ അറുത്ത് കൊടുത്തിട്ടും അസ്രായീലിനൊരു റിഹേഴ്സൽ, ഇതെങ്ങനെ പിടിക്കുക എന്നുള്ള റിഹേഴ്സൽ കാണിച്ചു. നല്ല തന്നെയാണ്. സ്വതക്ക എന്തിന്റെ പേരിലായാലും നല്ല, തെറ്റൊന്നും അല്ല. അപ്പൊ ഇങ്ങനെ കിടന്ന് നരകിച്ച് എടങ്ങാറായി മരിക്കുന്ന അവസ്ഥ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഫുജ്അത്തുൽ മൗതി റാഹത്തുൽ ലിൽ മുഅ്മിനി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എളുപ്പമുള്ള മരണം അത് മുഅ്മിനിന് റാഹത്താണ്. എളുപ്പമുള്ള മരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് മരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല.
പ്രയാസമില്ലാതെ മനസ്സുകൊണ്ടൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് ബാധ്യതയൊക്കെ തീർത്തിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോവാ, കുറെ കിടന്ന് ഇടങ്ങാറാകാതെ. അത് മുഅ്മിന് അള്ളാഹ് കൊടുക്കുന്ന റാഹത്താന്നാ. അള്ളാഹു അത്തരം മരണം നമുക്കൊക്കെ തരട്ടെ. സമയമാകുമ്പോ ഇപ്പൊ ഏതായാലും കൂടാതെ കഴിയൂലല്ലോ. ദുന്യാവിൽ വെച്ച് തന്നെ ഏഷണിക്കാരെ അള്ളാഹു നാണം കെടുത്തും നിന്ദ്യരാക്കുമെന്നാണ്. ദരിദ്രരായ ആളുകളല്ലേ ഏറ്റവും അധികം ഇവിടെ അപമാനിതരാകുന്നത്. പൈസ ഉണ്ടെങ്കിൽ എന്തായാലും എന്തും പറ്റും, ആരും ആകാം, ഏത് കോലത്തിലും ആകാലോ. പൈസ ഇല്ലെങ്കിലോ അതിൽ യതീമും കൂടി ആയാലോ. ദരിദ്രരായ യതീമുകളാണ് ദുന്യാവിൽ ഏറ്റവും എന്താകുന്നത്, നിന്ദ്യരായി കഴിയുന്നത്. ആളുകൾ അവരെ സഹായിക്കും, പക്ഷേ ദുന്യാവിൽ ഏറ്റവും ബലഹീനരായി ക്ലേശിച്ച് കഴിയുന്നത് ദരിദ്രരായ അനാഥരാണ്. അവരെക്കാൾ അള്ളാഹു നിന്ദ്യരാക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും. ആരെ? നമ്മാമീങ്ങളെ, ഏഷണിക്കാരെ. ഇഹ്യയിൽ കാണാം ഒരു തത്വജ്ഞാനിയെ, ആധ്യാത്മിക ജ്ഞാനിയെ, മശായിഖന്മാരിൽപ്പെട്ട ഒരു മഹാത്മാവിനെ കാണാൻ വേണ്ടി ഒരു വിശ്വാസി യാത്ര ചെയ്തു അത്രേ. 700 ഫർസഖ് ഓടി, 700 ഘാതങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെയൊക്കെ വേണം. നല്ല മനുഷ്യന്മാരെ കാണാൻ വേണ്ടി യാത്ര ചെയ്യണം, അതൊക്കെ നല്ല കാര്യമാണ്. മൂസാ നബി അലൈഹിസ്സലാം എത്ര കിലോമീറ്ററാണ് യാത്ര ചെയ്തത്? ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം അതല്ലേ? എത്ര കിലോമീറ്ററാ, എത്ര കാതങ്ങളാണ്, എത്ര ആഴ്ചകളാണ്, മാസങ്ങളാണ് യാത്ര ചെയ്തത്. ജ്ഞാനിയായ ഖളിർ അലൈഹിസ്സലാമിനെ കാണാനും വിജ്ഞാനം സമ്പാദിക്കാനും വേണ്ടി ഒരു പ്രവാചകൻ, ഒരു നബി, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രത്യേകക്കാരായ നബിമാരിൽപ്പെട്ട ഒരു നബി, ഒരു മഹാനെ കാണാൻ വേണ്ടി യാത്ര ചെയ്തത് ഖുർആൻ പറഞ്ഞില്ലേ? ഇങ്ങനെ ഒരു വിശ്വാസിയായ ആൾ ഒരു ഹക്കീമിനെ, തത്വജ്ഞാനിയെ കാണാൻ വേണ്ടി 700 ഘാതങ്ങൾ യാത്ര ചെയ്തു അത്രേ. എന്തിനായിരുന്നു? 7 കാര്യങ്ങൾ പഠിക്കലായിരുന്നു ലക്ഷ്യം. 7 കാര്യങ്ങൾ. എന്താ 7 കാര്യങ്ങൾ? ഈ സത്യാന്വേഷിയായ മുരീദിന്റെ അന്വേഷണം എന്തായിരുന്നു? 7 കാര്യങ്ങളാണ് അയാൾക്ക് അറിയാനുള്ളത്. 1, ആകാശങ്ങളെക്കാൾ ഭാരമുള്ളത് എന്ത്? ഭൂമിയേക്കാൾ വിശാലമായത് ഏത്? പാറയേക്കാൾ കാഠിന്യമുള്ളതും കടുത്തതും ഉറപ്പുള്ളതും എന്ത്? അഗ്നിയേക്കാൾ ചൂടുള്ളത് എന്ത്? ഐസുകട്ടയേക്കാൾ ഹിമക്കട്ടയേക്കാൾ തണുപ്പുള്ളത് എന്ത്? സമുദ്രത്തെക്കാൾ സംതൃപ്തമായത് ഏത്? സമുദ്രം എന്തുകൊണ്ടുപോയി വലിച്ചിട്ടുകൊടുത്താലും സ്വീകരിക്കും, ചവട്ടുകൊടുത്താലും സ്വീകരിക്കും. സംതൃപ്തിയോടുകൂടെ കടന്നു വരും സമുദ്രം. ഇതിനേക്കാൾ സംതൃപ്തമായ മനസ്സ് ആർക്ക്? യതീമിനേക്കാൾ, ദരിദ്രനായ അനാഥയേക്കാൾ നിന്ദ്യനായ ആൾ ആര്? ഇതാണ് 7 അന്വേഷണങ്ങൾ. 7 ചോദ്യങ്ങൾ മനസ്സിൽ വെച്ച് ഹക്കീമിനെ കാണാൻ വേണ്ടി യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് ഈ 7 ചോദ്യങ്ങൾ ഇട്ടുകൊടുത്തു. ഫഖാല ലഹുൽ ഹക്കീമു, ആധ്യാത്മിക ജ്ഞാനിയായ അള്ളാഹുവിന്റെ വലിമാരിൽപ്പെട്ട ആ മഹാത്മാവ് ഇൽഹാമിന്റെ വെളിച്ചത്തിൽ, ലദുന്നിയായ വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ, എവിടുന്നും വായിച്ചു കിട്ടിയതൊന്നുമല്ല ഈ ചോദ്യത്തിന് ഉത്തരം, എവിടുന്നും വായിച്ചിട്ടിയതൊന്നുമല്ല, അള്ളാഹു കൽബിലേക്ക് ഇട്ടുകൊടുത്ത മണിമുത്തുകൾ. അതിൽ നിന്ന് ആ ഹക്കീം ഇദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. ഞാൻ പറഞ്ഞുതരാം. അൽ ബുഹ്താനു അലൽ ബരീഇ അസ്ഖലു മിനസ് സമാവാത്. നിരപരാധിയുടെ മേൽ കുറ്റം ചുമത്തുക എന്നത്, അത് അസ്ഖലു മിനസ് സമാവാത്, ആകാശങ്ങളെക്കാൾ ഭാരമാണ്. അല്ലേ? നമ്മളായി നോക്കണം അതിന്റെ ബുദ്ധിമുട്ട് എത്രയെന്നറിയണമെങ്കിൽ. നിരപരാധിക്ക് മേൽ കുറ്റമാരോപിക്കപ്പെട്ടാൽ നമ്മൾ തീർത്തും നിരപരാധിയായ ഒരു കാര്യത്തിൽ മറ്റുള്ളവർ നമ്മെ കുറ്റവാളിയായി ചിത്രീകരിക്കുമ്പോൾ അതിന്റെ വേദന എത്രയാണ്, അതിന്റെ ഭാരം എത്രയാണ്, അത് നമ്മൾ അറിഞ്ഞാൽ നിരപരാധികൾക്ക് മേൽ നമ്മൾ കുറ്റം എന്താകുകയില്ല, ആരോപിക്കുകയില്ല. അൽ ബുഹ്താനു അലൽ ബരീഇ, നിരപരാധിക്ക് മേൽ അപരാധം പറയൽ, അസ്ഖലു മിനസ് സമാവാത്, ആകാശങ്ങളെക്കാൾ ഭാരമുണ്ട് മോനെ അതിന്. ആ ഭാരം, അപ്പണി ചെയ്താല് അള്ളാഹു ആഖിറത്തിൽ ചെന്നാല് ആ ഭാരം കണ്ട തലയിൽ വെച്ചേരും ചെയ്യും. 1, വൽ ഹഖു ഔസഉ മിനൽ അർള്,
ഭൂമിയേക്കാൾ വിശാലമാണ് സത്യം. ഭൂമി വിശാലാണല്ലോ, എവിടെ ചെന്നാലും പരന്നിട്ടാ. അതുകൊണ്ട് ഉരുണ്ടതായതുകൊണ്ട് ഭൂമി ഒരു ടാബിൾ പോലെയാണെങ്കിൽ പരന്നത് എന്ന് പറയാൻ പറ്റൂല. കുറെ പോയിട്ട് എൻഡിലെത്തിയാ പിന്നെ കുഴിയാണ്. ഭൂമിയെ പരത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുഴിയാണല്ലോ കാണുന്നതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഗ്ലോബൽ രൂപത്തില് കുറവിയായിട്ട് പന്ത് പോലെ ഉരുട്ടി വെച്ചത്. ഇവിടെയും പരന്നിട്ട്, അവിടെയും പരന്നിട്ട്, താഴെയും പരന്നിട്ട്, മുകളിൽ എവിടെ ചെന്നാലും പരന്നിട്ട്, അല്ലെ? ഇതിനേക്കാൾ പ്രവിശാലമാണ് സത്യം. ഭൂമിയേക്കാൾ വിശാലമായിരിക്കും സത്യമെന്നത്. പിന്നെ പാറയേക്കാൾ കടുത്തത് വഖൽബുൽ കാഫിരി, സത്യനിഷേധിയുടെ ഹൃദയം, അഖ്സാ മിനൽ ഹജർ, പാറയേക്കാൾ പരുത്തതാണ്, പാറയേക്കാൾ കാഠിന്യമുള്ളതാണ് കാഫിറിന്റെ ഹൃദയം. വൽ ഹിർസു വൽ ഹസദു, ആർത്തിയും അസൂയയും അഹറു മിനന്നാർ, തീയിനേക്കാൾ അഗ്നിയേക്കാൾ ചൂടുള്ളതാകുന്നു. അങ്ങനെയല്ലോ അസൂയ അങ്ങോട്ട് വന്നാല് മനസ്സിങ്ങനെ കത്തുമായിരിക്കും. വല്ലാത്ത കത്തലാത്. ദേഹം പൊള്ളുന്നതിനേക്കാൾ വലിയ പ്രയാസമായിരിക്കും അസൂയക്കാരന്റെ മനസ്സിലുണ്ടാവുക. വൽഹാജത്തു ഇലൽ ഖരീബ്, വേണ്ടപ്പെട്ടവർക്ക്, അടുത്തുള്ളവർക്ക്, തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അത് ഐസിനേക്കാൾ തണുപ്പാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഞാനവിടെ ഐസായി പോയി എന്ന് പറയില്ലേ. നമ്മൾ ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ പറയില്ലേ, ഞാനവിടെ ഐസായി പോയി അല്ലേ? അത് ഐസിനേക്കാൾ തണുപ്പ് തന്നെയാണ്. പിന്നെയോ അള്ളാഹു കൊടുത്തതിൽ പൊരുത്തപ്പെട്ടവന്റെ ഹൃദയം, അള്ളാഹു കൊടുത്തത് എന്തോ അതിൽ പൊരുത്തപ്പെട്ട ഖാനിഇന്റെ ഖൽബ്, ഹൃദയം, അഗ്നാ മിനൽ ബഹർ, ബഹറിനേക്കാൾ സംതൃപ്തമായിരിക്കും, സമുദ്രത്തെക്കാൾ സംതൃപ്തമായിരിക്കും. എന്ത് കിട്ടിയാലും സ്വീകരിക്കുന്ന സ്വഭാവം അള്ളാഹ് തന്നതല്ലേ എന്ന് കരുതിയിട്ട് അത് സമുദ്രത്തെക്കാൾ അഗ്നയാൻ എന്നാണ് ഞാൻ ഈ പറഞ്ഞു കൊടുത്തത്. പിന്നെയോ വന്നമ്മാമു ഇദാ ബാന അംറു അദല്ലു മിനൽ യതീം, ഏഷണിക്കാരൻ, ഇദാ ബാന അംറുഹു, അവൻ ഒപ്പിച്ച വേലയൊക്കെ പുറത്തുള്ളവരറിഞ്ഞാൽ, അവൻ കൂട്ടിയ കെണിയൊക്കെ പുറത്തുള്ളവർക്ക് തിരിഞ്ഞാൽ, അദല്ലു മിനൽ യതീം, അവൻ വളരെ നിന്ദ്യനായി. ആളുകൾ അവന്റെ കൂടെ കൂടാൻ ആഗ്രഹിക്കൂല. അവനെ കാണുമ്പോ തന്നെ പാര എന്നായിരിക്കും അവന്റെ പേര്. എന്താ പേര്? പാര. ഇവിടെ എന്താ പേര്? ഉഡായിപ്പ് എന്നോ, ഇവിടെ എന്തെങ്കിലും ഒരു പേരുണ്ടാവും അല്ലെ? അങ്ങനെ ഒരു പേരിട്ടിട്ട് കൊണ്ട് ദുന്യാവിൽ തന്നെ അദല്ലു മിനൽ യതീം, ദരിദ്രനായ അനാഥയേക്കാൾ അല്ലാഹു നാണം കെടുത്തു. എന്താ അവന് കിട്ടുക? അവനൊന്നും കിട്ടൂല. ദുന്യാവിലും കിട്ടൂല, ആഖിറത്തിലും കിട്ടൂല. കിട്ടുന്നതൊക്കെയും ശിക്ഷയായിരിക്കും. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിൽ നമ്മൾ രക്ഷപ്പെടണം. ഏഷണിക്കാരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണമെന്ന് ദീന് കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമല്ലോ ഓരോരുത്തരും നമ്മളടുത്ത് മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞിട്ട് അവരുടെയും നമ്മുടെയും ഇടയിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി. ഇങ്ങനെ നമ്മാമീങ്ങൾ നമ്മെ സമീപിച്ചാൽ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത്, എന്ത് സമീപനമാണ് കാണിക്കേണ്ടത് ദീന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഏഷണി കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ, ഉദാഹരണത്തിന്, എടോ മമ്മദ് എന്നോട് പറഞ്ഞു നീ ഒരു ചതിയനാണ്. ഒരാൾ വന്ന് പറയാണ്, മമ്മദ് നിന്നെ കുറിച്ച് പറഞ്ഞു നീ ഒരു ചതിയനാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞു മമ്മദിന്റെ ടാർഗറ്റ്, അവന്റെ ലക്ഷ്യം തന്നെ നിന്റെ പതനമാണ്, നിന്റെ പരാജയമാണ്, നിന്റെ തകർച്ചയാണെന്ന് മമ്മദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ തകർച്ച സ്വപ്നം കണ്ട് അതിനു വേണ്ടി പണിയെടുക്കാനാ മമ്മദ് നടക്കുന്നത് എന്നൊക്കെ ഒരുത്തൻ വന്ന് മമ്മദിനെ കുറിച്ച് നിങ്ങളോട് ഏഷണി കൂട്ടിയാൽ പറഞ്ഞവനെ വാരിപ്പുണരണ്ട, പറഞ്ഞവനെ നമ്പണ്ട, പറഞ്ഞവനെ വിശ്വസിക്കണ്ട, മമ്മദിനോട് ശത്രുത വെക്കുകയും വേണ്ട. നമ്മളെന്താ ചെയ്യ എങ്ങനെ കേട്ടാല്? നീ ഇത് പറഞ്ഞതല്ലോ മാണിക്കല്ലേ, അവനോട് എന്തൊരു ഇഷ്ടായിരിക്കും അല്ലേ? മമ്മദിനെ അപ്പം തുടങ്ങും മമ്മദിനോടുള്ള ദേഷ്യം. അങ്ങനല്ലേ നമ്മുടെ അവസ്ഥ? വിശുദ്ധ ദീനുൽ ഇസ്ലാം പറയുന്നു, ഇത്തരം ഏഷണിക്കാർ നിങ്ങളുടെ മുന്നിൽ വന്ന് ഏഷണി കൂട്ടിയാൽ ഏഷണിക്കാരനെ വിശ്വസിച്ച് ആരെ കുറിച്ചാണോ ഇവൻ ഏഷണി കൂട്ടിയതെങ്കിൽ ആ മനുഷ്യനെ അവിശ്വസിക്കുകയും അരുത്. പിന്നെന്താ ചെയ്യേണ്ടത്? ഫഅലൈഹി സിത്തത്തു ഉമൂരിൻ, 6 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ദീനുൽ ഇസ്ലാം.
എന്ത്? 6 കാര്യങ്ങൾ. ഒരാൾ ഏഷ്യനേറ്റ് വന്നാൽ 6 കാര്യങ്ങൾ നാം അവിടെ ശ്രദ്ധിക്കണം. എന്താ 6 കാര്യം? അൽ അവ്വലു, ഒന്നാമത്തെ കാര്യം, അല്ലാ യുസദ്ദിഖഹു. മുഹമ്മദിനെ കുറിച്ച് ഈ വാർത്ത വന്ന് നമ്മോട് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അല്ലാ യുസദ്ദിഖഹു, അവനെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. ഒന്നാമതായിട്ട് അതാണ് പഠിപ്പിക്കുന്നത്. കാരണം ഈ ചങ്ങാതി കൊടുന്തമ്മാടിയാണ്, ഇവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിൽ അവന്റെ സാക്ഷ്യം പോലും അംഗീകരിക്കൂല. അവൻ മാസം കണ്ടു പറഞ്ഞെടുക്കൂല. അവൻ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് തെളിവായി ഇസ്ലാമിക കോടതിയിൽ വന്ന് ഞാൻ സാക്ഷി എന്ന് പറഞ്ഞാൽ അവന്റെ സാക്ഷ്യം സ്വീകരിക്കില്ല. കാരണം അവൻ തെമ്മാടിയാണ്. എന്താണ് അവന്റെ തെമ്മാടിത്തരം? ഇതന്നെ വലിയ തെമ്മാടിത്തരം, കെണി ഉണ്ടാക്കുക എന്നുള്ള തെമ്മാടിത്തരം. മുഹമ്മദ് പറഞ്ഞതാണെങ്കിലും പറയാത്തതാണെങ്കിലും ഇവൻ തെമ്മാടിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ വാക്ക് വിശ്വസിക്കരുത്. അല്ലാഹുവും അതാണ് പറഞ്ഞത്, ഖുർആനിലും അതാണ് കാണുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. സൂറത്ത് ഹുജറാത്ത്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇൻജാഅകും ഫാസിഖും ബിനബഇൻ, ഒരു തെമ്മാടി ഒരു വാർത്തയുമായി നിങ്ങളെ സമീപിച്ചാൽ, മുഹമ്മദിനെ കുറിച്ചൊരു മോശപ്പെട്ട വാർത്തയുമായി നിങ്ങളുടെ ചാരത്ത് വന്നാൽ, ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല, നിങ്ങളതൊരിക്കലും കണ്ണടച്ച് വിശ്വസിച്ചു പോകരുതേ. ആരെങ്കിലും മോശപ്പെട്ട ഒരു വാർത്ത വന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് കണ്ണടച്ച് വിശ്വസിക്കരുത്. കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങളത് അംഗീകരിച്ചാൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, ചില നിരപരാധികളെ നിങ്ങൾ അപരാധികളായി കണ്ടുകൊണ്ട്, ചില വേണ്ടാത്ത പ്രവർത്തനങ്ങൾ, ആക്ഷനുകൾ എടുത്തുകൊണ്ട് പിറകെ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും, പിറകിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. അല്ലാഹു പറഞ്ഞുതരാണ്. ഈ ആവശ്യമില്ലാത്ത വാർത്ത കേട്ട് വിശ്വസിച്ച് നിങ്ങൾ നീങ്ങിയാല് പിറകിൽ നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വക സാധനങ്ങൾ നിങ്ങളോട് വിളമ്പി തരുന്നത് നിങ്ങൾ അംഗീകരിക്കാൻ നിൽക്കണ്ട മുഅ്മിനീങ്ങളെ. അല്ലെങ്കിലും ഇവൻ നല്ലവനാണെങ്കിൽ എന്താ ചെയ്യാ? മുഹമ്മദ് നീ ചതിയനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് വളമ്പി തരുകയല്ലല്ലോ ചെയ്യാ. അങ്ങനെയാണോ ചെയ്യാ? ഇവൻ എന്താ നല്ല ആളാണെങ്കിൽ എന്താ ചെയ്യാ? മുഹമ്മദിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ, ഡോ അദ്രൈമാൻ ചതിയനാണ് ട്ടോ എന്ന് മുഹമ്മദ്, പൊന്നാര മുഹമ്മദേ നീ അത് പറയരുത് അദ്രൈമാനെ കുറിച്ച്. അങ്ങനെ ഒരു അഭിപ്രായം നിനക്കുണ്ടെങ്കിൽ നീ നേരിട്ട് അദ്രൈമാനോട് പറഞ്ഞു, എന്തിനാ എന്നോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് തിരുത്തിയിരുന്നു വേണ്ടിയിരുന്നത്. ഇതൊക്കെ നല്ല ടേസ്റ്റോട് കൂടെ ആസ്വദിച്ച് കേട്ടിട്ട് ഇവിടെ വന്ന് വളമ്പി തരിക എന്ന് പറയുന്നത് അത് സ്വാലിഹിന്റെ ലക്ഷണമല്ല, ഫാസിഖിന്റെ തെമ്മാടിയുടെ ലക്ഷണം തന്നെ. അതുകൊണ്ട് ഈ തെമ്മാടിയെ അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പാടില്ല. എനിക്ക് പറഞ്ഞു തന്നല്ലേ, എനിക്കൊരു മുന്നറിയിപ്പ് തന്നല്ലേ എന്നെഴുതിയിട്ട് അവനെ വിശ്വസിക്കരുത്. നമ്മളെ മനസ്സ് പറയുന്നതിന്റെ ഓപ്പോസിറ്റാ ദീന് പറഞ്ഞു തരുന്നത്. മനസ്സ് പറയുന്നത് അവനെ അംഗീകരിക്കാനും ആരെക്കുറിച്ചാണോ ഏഷണി എത്തിച്ച അവനെ വെറുക്കാനും അല്ലേ മനസ്സ് നിർദ്ദേശിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റാണ് ദീന് പറഞ്ഞു തരുന്നത്. നമ്മുടെ നന്മയും അതിലാണുള്ളത്. ദീന് നല്ലതല്ലേ പറഞ്ഞു തരുള്ളൂ. ഒന്ന്, ഏഷണിക്കാരനെ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത്. രണ്ടാമത്തേത്, അൻ യൻഹാഹു അൻ ദാലിക വയൻസഅ ലഹു വയുഖബ്ബിഹ അലൈഹി ഫിഅലഹു വയൻഹാഹു അൻ ദാലിക. ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് ഏഷണിയെന്ന് തിരിയുള്ളൂ. പറയാൻ ഓങ്ങുമ്പോ തന്നെ, പറയാൻ തുടങ്ങുമ്പോ തന്നെ, വായ തുറക്കുമ്പോൾ തന്നെ നമുക്ക് തിരിയൂലല്ലോ. അപ്പൊ പറഞ്ഞു കേട്ടു നോക്കുമ്പോ മനസ്സിലായി ഇത് ഏഷണിയാണ്. അപ്പൊ തടയണം. അരുത് ചങ്ങാതി, പറഞ്ഞത് പറഞ്ഞു, ഞാൻ കേട്ടത് കേട്ടു. സംഗതി നീ എന്നോട് പറഞ്ഞത് മുഹമ്മദ് എന്നെ കുറിച്ച് ചതിയനാന്ന് പറഞ്ഞതാണ്, മുഹമ്മദ് എന്നെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നുണ്ടെന്നുള്ള വാർത്തയൊക്കെ തന്നെ നീ എനിക്ക് തന്നത്. പക്ഷേ ഇതരുത്, ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞ വട്ടാന്ന് പറയും. ഞാൻ അവനോടൊരു കാര്യം ഒരു സൂക്ഷ്മതക്ക് വേണ്ടി ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ വലിയ മുസാഫിന്റെ നടുക്കണ്ടായി അവനൊക്കെ ഭ്രാന്താന്നാ പറയാം.
മുഅ്മിനീങ്ങൾക്ക് ഭ്രാന്ത് തന്നെ ഇരിപ്പേ. അങ്ങനെയാണ്. അള്ളാന്റെ ആരിഫീങ്ങളും നബിമാരൊക്കെ ഭ്രാന്തന്മാരായിരുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, മജ്നൂൻ എന്ന് വിളിക്കാത്ത ഏത് നബിയാണുള്ളത്? ഔലിയാക്കളും അങ്ങനെ. അഹ്മദുൽ കബീർ റിഫാഇ റഹിമഹുല്ലയുടെ ഹാലത്തു അഹ്ലിൽ ഹഖീഖ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്നൽ ആരിഫ ഇദാ റആഹു നാസ്, പുറത്തുള്ള ജനങ്ങൾ ആരിഫീങ്ങളെ നോക്കുമ്പോ ഇസ്തജന്നൂഹു, വട്ടന്മാർ, ഭ്രാന്തന്മാര് എന്നേ വിധി എഴുതുള്ളൂ. കാരണം അവരെ പ്രവൃത്തിയൊക്കെ അള്ളാഹുവിലേക്ക് നോക്കിയിട്ടാ, ദുന്യാവിക്ക് നോക്കിയിട്ടുള്ള പണി അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ദുന്യാവിലെ ജീവിക്കുന്ന ആളുകൾ ഇസ്തജന്നൂഹു, ജുനൂനിന്റെ ആൾക്കാര് ഭ്രാന്തന്മാര് എന്നേ പറയുള്ളൂ. അതങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷേ നമ്മൾ അങ്ങനെ പറയണം, അൻഹാഹു അൻ ദാലിക്, നീ എന്നോട് പറഞ്ഞത് നിനക്ക് ചില ലക്ഷ്യമൊക്കെ ഉണ്ടാവും, എനിക്കത് കേൾക്കണ്ട. അവനെ നസീഹത്താക്കണം, അവനെ ഉപദേശിക്കണം. മോനെ, നീ ഈ പറഞ്ഞത് നമീമത്താണ്. അല്ലാഹു അറാംബർപ്പ് എന്ന് ഖുർആനിൽ പരിചയപ്പെടുത്തിയ അപരാധമാണ്, വളരെ വൃത്തികെട്ട പണിയാണ്. മോനെ നസീഹത്താക്കണം. ഈ ചെയ്ത പണി വളരെ മോശപ്പെട്ട പണിയാണെന്ന് ബോധ്യപ്പെടുത്തണം. അതിനൊരൊറ്റ ചോദ്യം മതി, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം മതി. അയാള് നാണം കെടാൻ അല്ലെങ്കിൽ കുറച്ച് നാണക്കേട് ഉണ്ടെങ്കിൽ മനസ്സിലാകാൻ ഒരു ചോദ്യം മതി. അല്ലെങ്കിൽ അത്രേമാനെ, നീ ഇപ്പൊ ഈ മുഹമ്മദിനെ കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞല്ലോ, നീ എന്നോട് എന്തിനത് പറയുന്നത്? നീ അവിടെ വെച്ച് മുഹമ്മദിനെ തിരുത്തിയിട്ട് എന്നോടത് മൂടി വെക്കല്ലേ എന്ന് വേണ്ടിയിരുന്നത് അല്ലെ? എന്നോടത് പറയാൻ പാടില്ല. നീ എന്നോട് പറയാതെ മുഹമ്മദിനോട് തിരുത്തിയിട്ട് പാവമാണ് അവൻ, അവനെ കുറിച്ച് ചതിയനാണെന്നും പറയരുത്. നീ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നീ ഓട്ടയടക്കേണ്ടതിനു പകരം മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞപ്പോ ചെവി കൂർപ്പിച്ച് കേട്ട് നിന്നിട്ട് എന്റെ മുന്നിൽ വന്ന് നീ ഇത് വിളമ്പുന്നതെന്തിന് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം മുട്ടും. ഉത്തരം കിട്ടാത്തത് കൊണ്ടല്ല മുട്ടുന്നത്, ഉത്തരം കിട്ടുക ചെയ്യും. എന്താ ഉത്തരം? ഉത്തരം വ്യക്തല്ലേ? എടോ, എന്നെ കുറിച്ച് മോശം മുഹമ്മദ് പറഞ്ഞെങ്കിൽ അവിടെ നീ തിരുത്താതെ ആസ്വദിച്ച് കേട്ടിട്ട് നീ എന്തിനാടാ എന്റെ മുന്നിൽ വന്ന് വിളമ്പുന്നത് എന്ന് ചോദിച്ചാൽ എന്താ അതിന്റെ ഉത്തരം? പിത്തന ഉണ്ടാക്കാന്. ഉത്തരം തന്നെയല്ലേ? ഫസാദ് ഉണ്ടാക്കാന്, നിന്റെ അവന്റെ ഇടയിൽ കുഴപ്പമുണ്ടാക്കാന്. ഇത് ഉത്തരം വ്യക്തല്ലേ? പക്ഷെ സമ്മതിക്കാൻ പറ്റുമോ? ഈ ഉത്തരം പറഞ്ഞു തരാൻ പറ്റുമോ? നിന്റെ അവന്റെ ഇടയിൽ കുറച്ച് കുഴപ്പമുണ്ടാക്കാൻ നിനക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയോ? ഇല്ല. ഈ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി വേറെ ഉത്തരം കണ്ടെത്താൻ എന്താ? നീ ഒന്ന് കരുതിയിരുന്നോട്ടെ, നീ ഒന്ന് സൂക്ഷിച്ചോട്ടെ, നീ ഒന്ന് ഈ അപകടങ്ങളെ കുറിച്ച് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് പറഞ്ഞതാന്നുള്ള ഉത്തരം പറയാ. അങ്ങനെ പറഞ്ഞാലും വിടാൻ പാടില്ല എന്ന് ഇമാം ഗസാലി. അപ്പൊ എന്താ പറയണ്ടേ? എന്നെ ഉപദ്രവിക്കാൻ അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും സാധിക്കൂലടോ. ആരെന്ത് കോപ്പ് കൂട്ടിയാലും, ആരെന്ത് കെണിയൊരുക്കിയാലും, ആരെന്തൊക്കെ ഒരുക്കി വെച്ചാലും, ചതിക്കുഴി ഒരുക്കിയാലും ഞാൻ വീഴൂല. അള്ള വീഴ്ത്താൻ വിചാരിച്ചാലും എനിക്ക് വീഴുന്നതിനൊട്ട് കുഴപ്പമില്ല, നീ നിന്റെ പണി നോക്കടോ എന്ന് പറയണം. ഏത് തെമ്മാടി മുന്നിൽ വന്നാലും നല്ലത് കൽപ്പിക്കുക, ചീത്ത വിലക്കുക. എന്നിട്ട് അംഗീകരിക്കുന്നില്ലേ? അവരെങ്ങ് ഒഴിവാക്കുക. ഇതാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഒന്നെന്തായിരുന്നു? ഇവനെ വിശ്വസിക്കരുത്. രണ്ട്, ഇവനെ തടയുകയും ഉപദേശിക്കുകയും അവൻ ചെയ്ത തെമ്മാടിത്തരം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. മൂന്നെന്താണ്? 6 കാര്യങ്ങളിൽ മൂന്നാമത്തെ എന്താണ്? അള്ളാഹുവിന് ഇവനെ വെറുപ്പാണ്, ഈ പണി വെറുപ്പാണ്. അതുകൊണ്ട് അവനെ അള്ള വെറുത്തിരിക്കുകയാണ്. ബഗീദുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിങ്കൽ അവൻ വെറുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് വേണ്ടി നീ അവനെ വെറുക്കണം. ഈ മുഹമ്മദിനെ കുറിച്ച് ഏഷണി കൂട്ടാൻ വന്ന വ്യക്തിയെ ആ പ്രവൃത്തിയുടെ കാരണത്താൽ നീ വെറുക്കണം. ഇബ്ലീസ് എന്താ പറയാ? പൊന്നും മോനെ, ഇവനെ പോലെ നിന്നെ സ്നേഹിക്കുന്ന ആരുമില്ലാട്ടോ, അതുകൊണ്ട് ഇവനോടൊരു താല്പര്യം നീ കാണിക്കണം കേട്ടോ, പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ എന്തെങ്കിലും ചില്ലറ കൈമടക്കണം കൊടുത്തേക്ക് എന്നൊക്കെ എനിക്ക് ഇബ്ലീസ് ഉപദേശിക്ക. പക്ഷേ ദീന് പറയുന്നു, നമീമത്തുമായി നിന്റെ അടുത്ത് വന്നവനെ നീ വെറുക്കണം. 4 എന്താണ്? അല്ലാ തളുന്ന അലാ അഖീക ബിസൂഇ, അല്ലാ തളുന്ന അലാ അഖീകൽ ഗായിബി അസ്സൂഅ. ഈ ചങ്ങാതി വന്ന് പറഞ്ഞത് സ്ഥലത്തില്ലാത്ത ഒരു സഹോദരന്റെ കുറ്റാണല്ലോ. ആര്? നമ്മൾ ഉദാഹരണത്തിന് മുഹമ്മദ്. അപ്പൊ മുഹമ്മദിനെ കുറിച്ച് നീ സൂഅ് വിചാരിക്കരുത്, മുഹമ്മദിനെ കുറിച്ച് നീ മോശം വിചാരിക്കരുത്. കാരണം എന്താ അറിയോ? ചിലപ്പോ മുഹമ്മദ് ഇങ്ങനെ കഥ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല.
നീ ചതിയനാന്ന് പൊരിച്ചാന്ന് പോലും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് സ്ഥലത്തില്ലാത്തവനെ കുറിച്ചാണ് ഇവൻ കെണി കൂട്ടിയത്. അവനെ കുറിച്ചൊരിക്കലും നീ മോശം ധരിക്കരുത്, മോശം വിചാരിക്കരുത്. ഒരു പക്ഷേ അവൻ ഇത് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവൻ പറഞ്ഞ അത്ര പറഞ്ഞിട്ടുണ്ടാവില്ല. ഇവൻ പറഞ്ഞ അത്ര തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ പടച്ചമ്പുരാനെ മുഹമ്മദിന്റെ ഒരു ബുദ്ധിമോശം, അവൻ എന്തിനാ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ എന്നേ ചിന്തിക്കാൻ പാടുള്ളൂ. എന്നല്ല പറഞ്ഞത് അതുകൊണ്ടാണ്. സൂക്ഷിക്കുക. ഇതാണ് നാലാമതായിട്ട് പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ്? ഇങ്ങനെ വാർത്ത കേട്ടപ്പോ പിന്നെ മുഹമ്മദിനെ നിരീക്ഷിക്കാൻ തുടങ്ങി, പിന്നെ അവന്റെ രഹസ്യം നോക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടോ ഇല്ലേ, അങ്ങനെ ചികഞ്ഞു നോട്ട് തജസ്സുസ് പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇവന്റെ വാക്ക് കേട്ടിട്ട് മുഹമ്മദിൽ സെർച്ച് ചെയ്യാൻ നീ നിൽക്കണ്ട. ആറാമത്തെ കാര്യം എന്താണ്? അല്ലാ തഹ്കിയ നമീമതഹു ഫതഖൂലു ഫുലാനുൻ ഖദ് ഹകാലി കദാ വകദാ ഫതകൂനു ബിഹി നമാമൻ വമുഗ്താബൻ. അബ്ദുറഹ്മാൻ മുഹമ്മദിനെ കുറിച്ച് നമീമത്ത് കൂട്ടി, ഏഷന് കൂട്ടി പറഞ്ഞപ്പോ ഇതൊക്കെ കേട്ടിട്ട് അവനെ തടഞ്ഞു ഉപദേശിച്ചൊക്കെ ചെയ്തിട്ട് അപ്പുറത്തൊരു വീരാൻകുട്ടിയോട് പോയി ചെന്നിട്ട് പറയാം, മുഹമ്മദിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു. ഞാൻ പോയി പറയാം, ഞാൻ വിലക്കിയ സംഗതി ഞാൻ പിന്നെടുക്കുക. ഈ പണി ചെയ്താൽ ബിഹി, ഈ പണി കൊണ്ട് നീ ആയിത്തീരും നമ്മാമൻ വമുഗ്താബൻ, ഏഷണിക്കാരനും പരദൂഷണക്കാരനുമായി മാറും. ഈ 6 കാര്യങ്ങൾ ഏഷണിക്കാരോട് പാലിച്ചാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന്, ഇതിന്റെ ഫിത്നകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ കുറ്റത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും. അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. അതിന് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യം കൂടി നമീമത്തിനെ കുറിച്ച് പറയാൻ ബാക്കിയുണ്ട്. അത് പറഞ്ഞിട്ട് 17ാമത്തെ കുറ്റത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇത് വളരെ സൂക്ഷിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഭാര്യ പറയും, മക്കള് പറയും, അയൽവാസി പറയും, പാർട്ട്ണർമാര് പറയും, കൂട്ടായിട്ട് കച്ചവടം ചെയ്യുന്ന ബിസിനസ്സിലെ പങ്കാളികൾ പറയും, ഉറപ്പാണത് പറയും, എല്ലാവരും പറയും. ഇത് പറയുമ്പോ നമീമത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ജാഗ്രതയോടുകൂടെ നിന്നിട്ടില്ലെങ്കിൽ ദുനിയാവും ആഖിറവും തകർച്ചയിലാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ഈ കുറ്റം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രതിവിധികൾ, അതിനുള്ള 6 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ 6 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.